with prayer. നമ്മൾ ഇന്നത്തെ മീറ്റിംഗ് നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങാം. നമുക്ക് സജിത് തോമസ് ബ്രദർ ഉണ്ടോ? ഒന്ന് പ്രാർത്ഥിക്കാമോ ബ്രദർ? Thank you, brother. Thank you, Master, for the blessed time which you have given us this day. Thank you for allowing us to come together. Thank you for all provisions. Thank you for all wisdom. Thank you for understanding. Thank you for the peace. Thank you for the grace. Thank you for all the ways in which you have dealt with us. Thank you for your love. Father, as we sit together, when we listen to the scriptures, when we share our family matters, when we look into family life, Father, it is you who have built it, and help us to understand thy desire in our life is our prayers, Lord. We commit ourselves in thy hands. Use us for thy glory wherever we are, whatever we do. Let thy name be glorified through us is our prayers. We once again, we humble ourselves in thy sight. Father, help us to understand thy will as being families in different places. Help us to and take us to that extent in which you are expecting from us. We humble ourselves, our Lord. We bring ourselves in thy hands, asking this small prayer in the precious name of Lord and Savior Jesus Christ. Amen. Thank you. നമുക്ക് ഇന്നത്തെ ഒരു ടൈം നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ 3 ക്ലാസ്സസ് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള രീതിയിൽ മാരീഡ് ലൈഫും അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയുണ്ടായി. ആദ്യത്തെ ഒരു ദിവസം ഞാനത് എടുക്കുകയുണ്ടായി. ബാക്കി 2 സെഷൻസ് ബ്രദർ തോമസ് എടുത്തു. വീണ്ടും നമുക്കത് തുടരാൻ പോവാം. കുറച്ച് 2-3 സെഷൻസ് കൂടെ നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. ബട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ, നമ്മുടെ ജീവിതത്തിൽ വളരെ കാതലായ ഒരു ഏരിയ ആയതുകൊണ്ട് നമ്മൾക്ക് അത് സമയം തന്നെ എടുത്ത് തന്നെ അത് പഠിക്കുകയും ചിന്തിക്കുകയും വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ എങ്ങനെ കുടുംബജീവിതം നയിക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. പലരും മിനിസ്ട്രിയിലുള്ളവരും ദൈവവേലയിൽ ഇരിക്കുന്നവരും കൂടെ വളരെ തെറ്റിക്കുന്ന ഒരു ഏരിയയാ ഇത്. അങ്ങനെ വരുമ്പോൾ മിനിസ്ട്രിയിലുള്ള വീട്ടിലുള്ള മക്കള് പറയും, എൻ്റെ അപ്പനും അമ്മയും പോലെ എനിക്ക് ഈ മിനിസ്ട്രി ഒന്നും ചെയ്യണ്ടെന്ന് പറയുന്ന മക്കൾ വരെ ആ രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. അതേ സമയത്ത് അപ്പനും അമ്മയും അത് ചെയ്യുമ്പോൾ, എൻ്റെ അപ്പനും അമ്മയും ചെയ്യുന്ന ഈ പ്രവർത്തനം എനിക്കും ചെയ്യണം, ആ കാഴ്ചപ്പാട് എനിക്കും വേണമെന്ന് പറഞ്ഞ് മക്കളെ ഉരുവാക്കിയെടുക്കേണ്ട ഒരു ചുമതലയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവ് പറയുന്ന രീതിയിൽ, കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ കുടുംബജീവിതം നയിക്കാനും നയിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ മിനിസ്ട്രിയും കൂടെ നമ്മൾ ചെയ്യുന്ന ബാക്കി എല്ലാ സേവനങ്ങളും എല്ലാ ജോലികളും അത് അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ എന്ന് നമുക്കത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിന്റെ അടിസ്ഥാനമായിട്ട് നമ്മളുടെ കുടുംബജീവിതം എങ്ങനെ ഇരിക്കണമെന്നുള്ള കാര്യം നമുക്കാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ കഴിഞ്ഞ 3 ക്ലാസ് എടുത്തതിന്റെ ബാക്ക്ഗ്രൗണ്ടിലും വേറെ ചില ചോദ്യങ്ങൾക്കും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ നമുക്ക് ഇപ്പോൾ ചോദിക്കാനുള്ള ഓപ്പൺ സെഷന്. ഇത് ലൈവായിട്ടൊന്നും കാണിക്കുന്നില്ല. നമ്മൾ ഈ മീറ്റ് കഴിഞ്ഞ ആഴ്ചത്തെ ഡിസ്കഷന്റെ സമയത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിൽ ഇത്രയും വർഷം ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഡിഫറൻസസ് ഹാൻഡിൽ ചെയ്തതെന്ന് ആ കാര്യത്തെ പറ്റി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുക. ക്വസ്റ്റ്യൻസ് ചോദിക്കാനല്ല. അതിനകത്ത് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇപ്പൊ ഞങ്ങൾ ആക്ച്വലി 33 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 33 വർഷമായിട്ട് ഞങ്ങള് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിരിക്കുന്നതിന്റെ കാരണം ഞങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളില്ലെന്നല്ല, ആക്ച്വലി വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ടോട്ടലി 2 സ്ഥലത്ത് ജനിച്ചു വളർത്തപ്പെട്ടവര്. സാംജാൻ ജനിച്ചു വളർന്നത് തമിഴ്നാട്ടില്, ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരത്ത്. കൾച്ചറിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്, ലാംഗ്വേജിന്റെ ഭാഷയുടെ വ്യത്യാസമുണ്ട്.
പിന്നെ വളർത്തപ്പെട്ട രീതികളിലെ വ്യത്യാസമുണ്ട്. സാംചാനാണ് അവസാനത്തെ 2-3 വർഷം കല്യാണത്തിന് ഒരു 4 വർഷം മുമ്പ് വരെ അമ്മയില്ലായിരുന്നു, അമ്മ മരിച്ചു പോയായിരുന്നു. അപ്പൊ അങ്ങനെ പല വ്യത്യാസങ്ങളും ഉണ്ട്. അതുപോലെ സാംചാൻ ഒരു എഞ്ചിനീയറാ, ഞാനൊരു ഡോക്ടറാ. അപ്പൊ അങ്ങനെയൊക്കെ ജോലി സംബന്ധിച്ചൊരു വ്യത്യാസം, എല്ലാ രീതിയിലും വ്യത്യാസമുണ്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇനിയും ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന്. പക്ഷെ ഒരു കാര്യമാ ദൈവസന്നിധിയിൽ ഞങ്ങളെ ഒരുമിച്ച് ചേർത്ത് വെച്ചത്, അതായത് യേശുക്രിസ്തുവിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം. അപ്പം യേശുക്രിസ്തുവിൽ അധിഷ്ഠിതം എന്ന് പറയുമ്പം രണ്ടുപേരും ഒരുപോലെ യേശു കർത്താവിനെ അറിയാനും സ്നേഹിക്കാനും സേവിക്കാനുമായിട്ടുള്ള ഒരു വ്യഗ്രത രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. എനിക്കെപ്പോഴും ഡോക്ടർ ഐ വി ഒരു വാക്ക് പറയാം, അയൺ ഷാർപ്പൻസ് അയൺ. അതായത് ഒരു ഇരുമ്പ് വേറൊരു ഇരുമ്പിനെ കുറച്ചുകൂടെ ഷാർപ്പൻ ചെയ്യും ഉരയ്ക്കുമ്പോ, അല്ലെ? നമ്മളിപ്പോ ഒരു കത്തി ഇച്ചിരി കൂടെ ഷാർപ്പ് ആക്കണമെങ്കിൽ ഒരു കല്ലെ പോയി ഉരയ്ക്കും. എന്ന് പറഞ്ഞതിന്റെ കൂട്ടാണ് രണ്ടുപേരെ ദൈവം ഒരുമിച്ചാക്കുന്നത്. രണ്ടുപേരും അന്യോന്യം ഷാർപ്പൻ ചെയ്ത് യൂസ്ഫുൾ ആവുന്നത്. ഒരു കത്തിക്ക് മൂർച്ചയില്ലെങ്കിൽ അതിന് യൂസ് ഇല്ല. അപ്പം ബ്ലണ്ടായിട്ടിരുന്ന അതിന് മൂർച്ചയില്ലെങ്കിൽ അതിന് ഒരു പ്രയോജനമില്ല. അപ്പം അതുപോലെ തന്നെ നമ്മള് ഒരു ഹസ്ബൻഡിനെയും വൈഫിനെയും ദൈവം ഒരുമിച്ചാക്കുന്നത് കൊണ്ട് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ആ ഫാമിലിയിൽ കൂടി ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായിട്ട് വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. മാത്രമല്ല, ഞാൻ എപ്പോഴും ആലോചിക്കും, ഇപ്പൊ എന്നെ പോലെ തന്നെ സാംചാനെ പോലെ തന്നെ ഞാനും ആയിരുന്നെങ്കിൽ ഒരു രസമില്ല കുടുംബജീവിതത്തിൽ. ഒരേപോലെ ആയിരുന്നു വിചാരിച്ചു. ചെറിയ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ തന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കും, ഞാനാണെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ട് ഞാൻ അങ്ങ് പോകും. ഞാൻ അത്ര വലിയ കെയർഫുൾ ഒന്നുമല്ല. അപ്പൊ ഞാൻ അങ്ങനെ, സാംചാനും അങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ ആകെപ്പാടെ വിഷമിച്ചു പോയേനെ. ഞാൻ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയേനെ. പക്ഷെ സാംചാൻ ഡ്രസ്സിങ്ങിൽ ഇച്ചിരി കൂടെ കെയർഫുൾ ആയതുകൊണ്ട് നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് എന്നെ ഹോസ്പിറ്റലിൽ വിടാൻ സമ്മതിക്കത്തുള്ളൂ. അപ്പം അവിടെ ആണ് ഈ ഒരാൾ മറ്റൊരാളെ ഷാർപ്പൻ ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് വേണേ ചിന്തിക്കാം, രണ്ടുപേരും ഒരുപോലെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ലതല്ല. ദൈവം രണ്ടുപേരെയും രണ്ട് സ്വഭാവത്തോടും ഒരാളെ കോംപ്ലിമെന്റ് ചെയ്യാനായിട്ടാണ് ദൈവം വ്യത്യസ്ത സ്വഭാവം നമ്മളിൽ വെച്ചിരിക്കുന്നത്. അപ്പം ഇറ്റ് ഇസ് ടു കോംപ്ലിമെന്റ് വൺ അനദർ. അപ്പം എല്ലാ കാര്യത്തിലും അങ്ങനെയാ. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ വീട്ടിലെ മുമ്പിൽ ഒരു ഗാർഡൻ ഉണ്ട്. ഞാൻ അതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല. എനിക്കതിനകത്ത് ഒരു വലിയൊരു ഇൻട്രസ്റ്റും ഇല്ല, എനിക്കത് ചെയ്യാനായിട്ട് അറിയത്തുമില്ല. അപ്പൊ പക്ഷെ സാംചാൻ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ സാംചാൻ എന്നെ പോലെ ആയിരുന്നല്ലോ, അവിടെ ഒരു ഭംഗിയില്ലാത്ത ഒരു മുൻവശം വീടിന്റെ മുറ്റം കണ്ടേനെ. അപ്പൊ ഒന്നും കാണത്തില്ലായിരുന്നേനെ. അപ്പൊ ഒരാൾക്ക് പറ്റാത്തത് ദൈവം വേറെ വേറെ ടാലന്റുകൾ കൊടുത്താണ് ഒരു ഹസ്ബൻഡിനെയും വൈഫിനെയും കൂടെ ഒരുമിപ്പിക്കുന്നത്. സോ എനിക്ക് ഡോക്ടർ തോമസ് അന്ന് ഈ കോവിഡായി നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കഴിഞ്ഞ ആഴ്ച അയച്ചു തന്ന ആ ഒരു റൈറ്റപ്പിൽ ഇങ്ങനെ ഡോക്ടർ തോമസ് ചോദിച്ച്, ആർ യു സെലിബ്രേറ്റിംഗ് യുവർ ഡിഫറൻസസ് ഓർ ആർ യു ഹാവിങ് എ പ്രോബ്ലം വിത്ത് യുവർ ഡിഫറൻസസ്? എന്ന് വെച്ചാൽ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ ദൈവം തന്നിരിക്കുന്നത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുവാണോ, അതുകൊണ്ട് നമ്മൾ മുതലെടുക്കുവാണോ, അതുകൊണ്ട് നമ്മൾ അതിനെ മാക്സിമൈസ് ചെയ്യുവാണോ, സോ ദാറ്റ് വി വിൽ ബിൽഡ് ഈച്ച് അതർ അപ്പ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പക്ഷെ ഇതേ കാര്യം തന്നെ ഞങ്ങൾക്ക് തന്നെ അറിയാം, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിയ വഴക്കിന് കാരണമായി തീരും. കാരണം ഞങ്ങളും സാധാരണ പോലെ തന്നെ മനുഷ്യരാണ്. അപ്പം ഒന്ന് രണ്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ അന്യോന്യം ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ സജസ്റ്റ് ചെയ്യാം. അതായത് ഞങ്ങളിപ്പോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഉള്ള കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതൊരു വാക്കുതർക്കം ആയിന്ന് വെച്ചോ. വാക്കുതർക്കം ആയിന്ന് വെക്കുമ്പം എന്തായാലും ഒരു സ്റ്റെപ്പ് കഴിയുമ്പം, ഒരു പടി കഴിയുമ്പം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും രണ്ടുപേർക്കും ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടല്ലോ. ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെട്ടിട്ട് മനസ്സിലാവും, അയ്യോ ഇത് ഇനിയും കൂടുതൽ പോയാൽ പ്രശ്നമാവും. അപ്പൊ എന്ത് ചെയ്യും? ആ ആളങ്ങ് താഴും. ചിലപ്പോൾ ഞാനായിരിക്കും താഴുന്നത്, ചിലപ്പോൾ സാംചാൻ ആയിരിക്കും താഴുന്നത്. അത് ദൈവത്തിന്റെ ഒരു വലിയ കൃപയാണ്. അപ്പം രണ്ടുപേര് തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ഒരാൾ താഴുന്നുണ്ടെ മറ്റേ ആളും താഴും. അപ്പം അതൊരു വലിയൊരു അത് അങ്ങനെ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വരാം, രണ്ടുപേരും താന്നില്ലെങ്കിലോ? രണ്ടുപേരും ദൈവത്തിൽ ആശ്രയിച്ച് എപ്പോഴും തങ്ങളെ തന്നെ
ദൈവമേ ഞങ്ങൾക്ക് തന്നെ പറ്റില്ല ഈ കുടുംബജീവിതം നയിക്കാൻ, ദൈവം ഞങ്ങളെ സഹായിക്കണേ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആയിരിക്കുമ്പം ദൈവം തന്നെ അതിനുള്ള ഒരു തോന്നൽ ഹൃദയത്തിൽ കൊണ്ടുവരും ഒരാൾ താഴാനായിട്ട്. പിന്നെ വേറെ ഒരു കാര്യം പ്രാക്ടിക്കലായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഈസ്, ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരു വാക്കുതർക്കം തുടങ്ങുന്നുണ്ടേ, ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു ലെറ്റ് ദി അതർ പേഴ്സൺ ഹാവ് ദ ലാസ്റ്റ് വേർഡ്. അതായത് ഒരു പോയിന്റ് വരുമ്പോ അങ്ങ് നിൽക്കുക, മറ്റേ ആള് ജയിച്ചോട്ടെ, മറ്റേ ആള് പറഞ്ഞ് ജയിച്ചോട്ടെ എന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ തന്നെത്താനെ താഴുന്ന ഉടനെ പിന്നെ ആ സാത്താൻ അവിടെ ജയിക്കത്തില്ല, സാത്താൻ തോറ്റുപോകും. കാരണം നമ്മൾ തന്നെ താഴ്ത്തു വച്ചു. സോ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ഇൻ എൻ ആർഗ്യുമെന്റ് ടു ലെറ്റ് ദി അതർ പേഴ്സൺ ഹാവ് ദി ലാസ്റ്റ് വേർഡ്. ദിസ് ഇസ് സംതിങ് വിച്ച് ഹാസ് ഹെൽപ് മീ എ ലോട്ട്. പിന്നെ ഞാൻ ഒരു കാര്യം എനിക്ക് വചനത്തിൽ നിന്ന് പറയാനായിട്ട് എന്നെ ഒത്തിരി എപ്പോഴും സഹായിക്കുന്ന, ഞാൻ എപ്പോഴും ചേർച്ചിൽ പറയാറുള്ള ഒരു ഭാഗമാണ് 1 പത്രോസ് 3-ാം അധ്യായം. എനിക്ക് ഒരു വളരെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. ദൈവത്തിന്റെ വചനം. ആക്ച്വലി ഇന്ന് രാവിലെ സിസ്റ്റേഴ്സ് മീറ്റിംഗിനും ഈ എക്സ്പ്ലെയിൻ ചെയ്ത വാക്യം, ഈ താക്കോൽ വാക്യം ഇതായിരുന്നു, Mark 13:31. അതായത് ഹെവൻ ആൻഡ് എർത്ത് മേ ഫെയിൽ ബട്ട് മൈ വേർഡ്സ് വിൽ സ്റ്റിൽ റിമെയിൻ. അതായത് സ്വർഗവും ഭൂമിയും ആകാശവും ഭൂമിയും ഒക്കെ ഒഴിഞ്ഞു പോകും, പക്ഷെ ദൈവത്തിന്റെ വചനം, എന്റെ വചനം നീങ്ങിപ്പോകുകയില്ല. ആ നീങ്ങി പോകാത്ത വചനമാണ് നമ്മളിപ്പോ വായിക്കാൻ പോകുന്നത്. അധ്യായം 3, 1 പത്രോസ് അതിന്റെ 1-ാമത്തെ വാക്യം. ഭാര്യമാരെ, നമുക്ക് നല്ലതായിട്ട് അറിയാവുന്ന ഭാഗമാണ്, പക്ഷെ എന്റെ ജീവിതത്തിലെ, ഞങ്ങളുടെ ജീവിതത്തിലെ എക്സാമ്പിളിൽ നിന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കർത്താവ് ഇവിടെ ഭയങ്കര സിമ്പിൾ ആയിട്ടൊരു സൊല്യൂഷനാണ് പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും ഭർത്താക്കന്മാര്, ദൈവമക്കളാകട്ടെ, അവര് വചനം അനുസരിക്കുന്നില്ല, ഏതെങ്കിലും ഒരു കാര്യത്തില് വചനം വചനം പറയുന്ന പോലെ അല്ല, എന്തെങ്കിലും കാര്യം ആയിക്കോട്ടെ, ചിലപ്പം ആവശ്യമില്ലാതെ കോപിക്കുക, വേറെ ആരോടെങ്കിലും ആയിക്കോട്ടെ, നമ്മളോട് ആരും ആകണമെന്നില്ല, കോപിക്കുക. അപ്പൊ നമ്മുടെ യൂഷ്വൽ ടെൻഡൻസി എന്തുമായിരിക്കും? ഉടനെ പോയി അത് ശരിയല്ല, തെറ്റാ, നിങ്ങൾ എന്താ ചെയ്തു വെച്ച്, നിങ്ങൾ ഇങ്ങനെയാണോ, അങ്ങനെയൊക്കെ പറയാനായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? വചനം കൂടാതെ, എന്ന് വെച്ചാൽ നമ്മുടെ വായിന്ന് ഒരു വാക്കും വരണ്ട, വിത്തൗട്ട് എ വേർഡ് എന്ന ഇംഗ്ലീഷില്, കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. അപ്പൊ ഇത് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം. ആക്ച്വലി ഇത് ഭയങ്കര യൂസ്ഫുള്ളാ. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും സാംചാൻ പറയുന്നത് ഒരു തെറ്റാന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്യാൻ പോയാല് അവിടെ ഒരിക്കലും അത് നല്ല രീതിയിൽ അവസാനിക്കത്തില്ല. പക്ഷെ എപ്പോഴൊക്കെ ഞാന് ഒരു കാര്യം സാംചാൻ ചെയ്യുന്നത് എനിക്ക് തെറ്റാണെന്നൊരു ബോധ്യം ഉണ്ടായിട്ട് ഞാൻ വീട്ടിനകത്ത് തിരിച്ചു വന്നിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, കർത്താവ് ഈ കാര്യം അത് മനസ്സിലാക്കാനായിട്ടുള്ള കൃപ കൊടുക്കണേന്ന് പ്രാർത്ഥിച്ചു. നിമിഷ നേരങ്ങൾക്കുള്ളിൽ ആ ട്രാൻസ്ഫോർമേഷൻ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഐ ആം ഷുവർ സാംചാനും അങ്ങനെ തന്നെ തിരിച്ചു ചെയ്യുമായിരിക്കും എന്നെ പറ്റി. അപ്പം ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്തുവാ? വചനം കുറെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ദൈവത്തിന്റെ വചനം പക്ഷെ നേരെ വിരുദ്ധമാണ് പറയുന്നത്. വചനം കൂടാതെ, ഒരു വാക്ക് കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും പ്രാക്ടിക്കലായിട്ട്. ഇപ്പം ഒരു ഭർത്താവ്, അതിന്റെ താഴോട്ട് വരുന്നത്, ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ്. എന്തായാലും അവിടെ ബഹുമാനിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, വാക്യം ഇവിടെ കാണുന്നില്ല. ഇനി പിന്നെ അപ്പൊ എങ്ങനെ വചനം അനുസരിക്കാത്തൊരു ഭർത്താവിനെ ബഹുമാനിക്കാൻ പറ്റും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. സാധാരണ വരാം. ഇപ്പം ഒരു ഭർത്താവ് വചനം അനുസരിക്കുന്നില്ല എന്ന് വെച്ചോ, എങ്ങനെ അന്നേരം ബഹുമാനിക്കാൻ പറ്റും? ആക്ച്വലി അത് ഭയങ്കര സിമ്പിളാ. എന്താണെന്നറിയാമോ? ആ പർട്ടിക്കുലർ കാര്യത്തിൽ മാത്രമേ ആക്ച്വലി അദ്ദേഹം വചനം അനുസരിക്കുക. ആ സമയത്ത് സാത്താൻ പറയുന്നതിനനുസരിച്ച് ചിലപ്പം തെറ്റിപ്പോയി കാണും. പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിലും അദ്ദേഹം ദൈവത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. പക്ഷെ സാത്താന്റെ
വേല എന്തോന്നറിയാമോ? നമ്മളെ കൊണ്ട് അത് മാത്രം വലുതാക്കി കാണിക്കാൻ. ഞാനൊരു കാര്യം എന്റെ ജീവിതത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ സാധാരണയാക്കി എനിക്ക് വീഴത്തില്ല. ഞാൻ ദൈവം എനിക്ക് ഒത്തിരി കൃപ തരുന്നു. ഞാൻ എപ്പോഴും ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംചനമായിട്ട് ചെയ്യുന്ന കാര്യം തെറ്റാ അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ ഉടനെ ഞാൻ സാത്താൻ അത് ഓർമ്മപ്പെടുത്തുമ്പോൾ ഞാൻ പറയും, ഇത്രയും ദൈവം അനുഗ്രഹിച്ച ഒരു മനുഷ്യൻ, ഇത്രയും ദൈവത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാള്, ദൈവത്തെ അനുസരിക്കുന്ന ഒരാള്, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരാൾ, ഇങ്ങനെ ഞാന് എന്റെ ഹസ്ബൻഡിന്റെ നല്ല ഗുണങ്ങളെ ഞാൻ എടുത്ത് പറയാൻ. അപ്പൊ എനിക്ക് മനസ്സിലാവും ഈ പറയുന്ന കാര്യം ഒരു ചെറിയ കാര്യമാണ്, മാത്രമല്ല അത് ദൈവത്തിന് സോൾവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ട കാര്യം തിരിച്ച് വാക്ക് തർക്കിക്കുമല്ല, തിരിച്ച് പോയി മുട്ടുമേൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം അന്നേരം സൊല്യൂഷൻ കൊണ്ടുവരും. അപ്പം അങ്ങനെ ഈ ബാക്കി കാര്യങ്ങൾ ചെയ്ത് ഓർക്കുമ്പോൾ നമുക്ക് ബഹുമാനിക്കാൻ, സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സൗമ്യതയോടെയും പെരുമാറാനും പറ്റും. ഇനിയും ഇതിന്റെ ഏറ്റവും അടിയിൽ ഒരു വാക്യമുണ്ട് ഭർത്താക്കന്മാരോടുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 7-ാം വാക്യം തോന്നുന്നു. 7-ാം വാക്യം. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടു അവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. ഇത് എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട, പലപ്പോഴും അധികം പ്രസംഗിക്കാത്തൊരു വാക്യം അത്. അതായത് ഇവിടെ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്ത്രീജനം ബലഹീന പാത്രം എന്ന്. അപ്പൊ ഈ പലപ്പോഴും നമുക്ക് സാത്താൻ നമ്മളെ തെറ്റിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹസ്ബൻഡിനെയും വൈഫിനെയും കോമ്പറ്റീറ്റേഴ്സ് ആക്കി വെക്കും. അതായത് ആക്ച്വലി അങ്ങനെയല്ല ദൈവം വെച്ചിരിക്കുന്നത്. അപ്പൊ അതായത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരാൾ പറയും, ഓക്കെ പുതിയതായിട്ട് കല്യാണം കഴിക്കാൻ പോവാണെങ്കിൽ പറയും, ഓക്കെ നീ പകുതി പാത്രം കഴുകുമോ, ഞാൻ പകുതി പാത്രം കഴുകുമോ. വിശ്വാസികളായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ വരെ ഇപ്പം ആൾക്കാർ ചെയ്യുന്നു. ഇതൊന്നും അല്ല ഇതിനകത്തെ കാര്യം. പകുതി ചെയ്യുന്നതും പകുതി ചെയ്യാത്തതും അല്ല. ദൈവം വെച്ചിരിക്കുന്ന ആ റോള്, അതിനകത്ത് ഭർത്താവിനാണ് തലസ്ഥാനം കൊടുത്തിരിക്കുന്ന ദൈവം. ഒരിക്കലും 2 തല ഉണ്ടാവാൻ പറ്റത്തില്ലല്ലോ. 2 തല ഉണ്ടായാലും അവിടെ കൺഫ്യൂഷൻ ആവത്തുള്ളൂ. അപ്പൊ ദൈവം കൊടുത്തിരിക്കുന്ന സ്ഥലം തലയാണ്. പക്ഷേ തല ആയിട്ട് ഭർത്താവ് ഇരിക്കുമ്പോൾ ഭർത്താവ് എപ്പോഴും ചിന്തിക്കേണ്ടത്, ഒരു ബലഹീന പാത്രമാണ് എൻ്റെ കൂടെ ഉള്ളത്, സ്ത്രീജനം, എൻ്റെ വൈഫ് ഒരു ബലഹീന പാത്രമാണ് എന്ന് മാത്രമല്ല, ബലഹീന പാത്രം ചിലപ്പം ശാരീരികമായിട്ട് ബലഹീനമായിരിക്കും, ഭർത്താവിന്റെ അത്രയും ശക്തി കാണത്തില്ല, കഴിവ് കാണത്തില്ല, എല്ലാം പക്ഷേ ജീവന്റെ കൃപയ്ക്ക് 2 പേരും ഒരേ അവകാശിയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ കോ ഹെയർസ് ഓഫ് ദി ഗ്രേസ് ഓഫ് ലൈഫ് എന്നായിരിക്കും. അവിടെ വ്യത്യാസമൊന്നുമില്ല. അപ്പം ദൈവം മുമ്പാകെ ആ രീതിയിലൊന്നുമില്ല. പക്ഷെ ഈ ഭൂമിയിൽ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി 2 പേർക്കും ഒരു ലെവൽ വ്യത്യാസം ദൈവം കൊടുത്തിരിക്കുന്നത്, അതും ഒരുമിച്ച് പോകാൻ വേണ്ടിയാ. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുക, അത് ഓർത്തിട്ട് ഈ ഭയങ്കര തമാശ ആക്ച്വലി. അവിടെ ബലഹീന മാത്രമാണെന്ന് അറിഞ്ഞിട്ട് എന്തുവാ കൊടുക്കേണ്ടത്? ബഹുമാനമാണ് കൊടുക്കേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മളത് വിശ്വാസ കുടുംബങ്ങളിൽ പോലും കാണുന്നില്ല. ബഹുമാനം കൊടുക്കുന്നതിന് പകരം ഭയങ്കര മോശമായിട്ടുള്ള പെരുമാറ്റമാണ് ഭർത്താക്കന്മാർക്ക് ഭാര്യമാർക്ക് കൊടുക്കുന്നത്. ഇത് കൊടുത്തില്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഭർത്താക്കന്മാരുടെ പ്രാർത്ഥന ഒരു കാരണവശാലും ദൈവം കേൾക്കുക. യുവർ പ്രേയേഴ്സ് മേ നോട്ട് ബി ഹിൻഡേർഡ് എന്ന ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മുടക്കം വരാതിരിക്കുക എന്നുള്ളതാണ്. മേ നോട്ട് ബി ഹിൻഡേർഡ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നു. ഞാൻ ഇടയ്ക്ക് സാംചാൻ പോയപ്പോൾ ഞാനത് ഏറ്റെടുത്ത് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു. നല്ല ഒബ്സർവേഷൻസും ബീന പറഞ്ഞതും നമുക്ക് അത് ആവശ്യമായിരുന്നു. നമ്മുടെ കുടുംബജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നു അല്ലെ, വളരെ കാര്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഓർമ്മിക്കാൻ ഉണ്ടായല്ലോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള അവസരമുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ചേർക്കാനും അതിനകത്ത് എന്തെങ്കിലും കൂടുതൽ പറയാനും കൂടെ നമുക്ക് ഒരു സന്ദർഭമുണ്ട്. തോമസ്, യു ക്യാൻ ആഡ് ഓൺ വാട്ട് എവർ ഷീ സെഡ്. ആൻഡ് ബാക്കിയുള്ളവർക്കും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് സന്ദർഭങ്ങളുണ്ട്.
കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ പിന്നെ പറഞ്ഞതിന്റെ കൂടെ തന്നെ നമ്മൾ വരുമ്പോൾ ഒരു കാര്യം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ടത്, രണ്ടുപേരും കുടുംബത്തിന്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. കുടുംബം നയിക്കാൻ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ, ഭാര്യ ഉണ്ടെങ്കിൽ, ഭാര്യയെ കർത്താവ് ഹെൽപ്പായിട്ട് കൊടുത്താൽ, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം, ഹെൽപ്പ് എന്ന് പറയുമ്പോൾ അത് വീക്കർ ഹെൽപ്പ് ആയിരിക്കണമെന്നില്ല, നമുക്ക് സ്ട്രോങ് ഹെൽപ്പറായിട്ട് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ കേട്ടതുപോലെ തന്നെ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാനും സഭയെ പിന്നെ കുടുംബത്തെ നയിക്കാനും ഭർത്താവിന് ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ സമയത്ത് ആ ഉത്തരവാദിത്വത്തോട് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ആ കുടുംബത്തെ ശരിയായ രീതിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി ഭർത്താവിന്. അപ്പൊ ഭർത്താവ് വളരെ കെയർഫുൾ ആയിട്ടും പ്രാർത്ഥനയോട് ലീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ എന്തെങ്കിലും അവിടെ കുടുംബത്തില് അൺകൺട്രോളബിൾ ആയിട്ട് ഇപ്പൊ ഭാര്യ തന്നെ പ്രവർത്തിച്ചാലും അതിന്റെ ഉള്ള ഉത്തരവാദിത്വം ഭർത്താവിന് ആദ്യം എടുക്കേണ്ടത്. തീരുമാനങ്ങൾ എടുക്കാൻ മാത്രമല്ല, അതിന്റെ കേടുപാടുകളിലും കൂടെ ഉത്തരവാദിത്വം ഭർത്താവിന് ആദ്യമുണ്ട്. അപ്പോൾ ഭർത്താവ് ലീഡർ എന്നുള്ള രീതിയിൽ അതിന്റെ ക്രെഡിറ്റും അതിന്റെ മെറിറ്റും നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴും അതിന്റെ ബ്ലെയിമും കൂടെ നമുക്ക് എടുക്കേണ്ടി വരും. കർത്താവ് നമ്മളോട് ചോദിക്കാം, ഭർത്താക്കന്മാരോട് ചോദിക്കാൻ പോകും. അപ്പൊ ഭർത്താവ് ഇസ് മോർ റെസ്പോൺസിബിൾ ആ കാര്യത്തിൽ. അപ്പൊ ഭാര്യമാർക്ക് അവരെ നല്ല രീതിയിൽ നിലനിർത്തി അവരെ സന്തോഷത്തോടെ കുടുംബ മക്കളെ എല്ലാം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ റെസ്പോൺസിബിലിറ്റിയാ കർത്താവ് ലീഡർ എന്നുള്ള രീതിയിൽ ഭർത്താക്കന്മാർക്ക് തന്നിട്ടുണ്ട്. അത് ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ താഴേണ്ടി വരും. വീട്ടിലെ വല്ല പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നത് ശരിയെന്ന് പറഞ്ഞ് ഭർത്താവ് ശാഠ്യം പിടിച്ചോണ്ടിരുന്നാൽ ചിലപ്പോൾ അവിടെ കുടുംബത്തിൽ കലഹം ഉണ്ടാകുമ്പോൾ ഭർത്താവ് ഫസ്റ്റ് റെസ്പോൺസിബിൾ. അപ്പൊ നമ്മൾ ചിലപ്പോൾ താഴേണ്ടി വരും, അതിന് സമാധാനം ഉണ്ടാക്കേണ്ടി വരും. അതിന്റെ കർത്താവ് നമ്മളോട് ആദ്യം അക്കൗണ്ടബിൾ ആയിട്ട് ആ ലീഡർഷിപ്പ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം ആ റോളും തന്നിട്ടുണ്ട്. ഇനിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഭർത്താവ് ഭാര്യയെ വാക്കിനാൽ ഹേർട്ട് ചെയ്ത് എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ഹേർട്ട് ചെയ്ത് നിറച്ചോ, ആലോചിച്ച് നോക്കണേ. ഈ ഹേർട്ട് ചെയ്യുമ്പോൾ വാക്കിനാലോ എന്തെങ്കിലും ഹേർട്ട് ചെയ്ത് നമ്മുടെ സ്വന്തം ശരീരത്തെയാ നമ്മൾ അവിടെ ഹേർട്ട് ചെയ്യുന്നത്. നമ്മൾ അതിനെ മുറിവിപ്പിക്കുന്നു. നമ്മളൊരു വാക്ക് പറഞ്ഞ് ഭാര്യയെ മുറിവിപ്പിച്ചാൽ, അല്ലെങ്കിൽ ഭാര്യ ഒരു വാക്ക് പറഞ്ഞാൽ ഭർത്താവിനെ മുറിവിച്ചാൽ അത് നമ്മുടെ ആ ശരീരത്തെ നമ്മൾ വെട്ടുന്ന പോലെയാണ്. നമ്മൾ ഒരു ശരീരം ആ യൂണിയനെ വെട്ടുന്ന പോലെ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ വെട്ടിയ എങ്ങനെയായിരിക്കും? അപ്പോ വളരെ കെയർഫുൾ ആയിട്ട് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഒരേ ശരീരം എന്ന കർത്താവ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മളവിടെ കേട്ടതുപോലെ ഒരു ജയമോ തോൽവിയില്ല, രണ്ടുപേരും ഒരേ രീതിയിൽ ജയിക്കുക വേണ്ടത്. ബിക്കോസ് അപ്പോഴാണ് അതിന്റെ യൂണിറ്റി അവിടെ വരുന്നത്. അപ്പൊ ആരെങ്കിലും ഒരാൾ താഴേണ്ട അടുത്ത് താഴുകയും ചെയ്യണം. ഒരാൾ അത് പറഞ്ഞ് ദൈവം കൊടുത്തിരിക്കുന്ന റോൾ അനുസരിച്ച് അവരവർ പ്രവർത്തിക്കുമ്പോൾ, ദൈവം തരുന്ന വിസ്ഡം അനുസരിച്ച് നമ്മൾ അവിടെ പ്രവർത്തിക്കുമ്പോൾ, അവിടെ നമ്മൾ ഒരുമിച്ച് അവിടെ നിൽക്കുക, ഒരേ ശരീരമായിട്ടാണ് നിൽക്കുക. ആ ഒരു യൂണിറ്റി കാണുമ്പോൾ മക്കളും കൂടെ അത് പഠിക്കും. മക്കൾക്കും അവരുടെ ജീവിതത്തിലും ആ ഡിസിപ്ലിൻ അവരും പഠിച്ചു വരും. ആ മാതാപിതാക്കന്മാര് അവരിങ്ങനെയാണല്ലോ അവർ പറഞ്ഞത്, ഒരാൾ പറയുമ്പോൾ മറ്റാൾ കോൺട്രഡിക്റ്റ് ചെയ്യരുത്. മക്കളുടെ മുമ്പില് പിതാവ് പറയുന്നത് ഉടനെ അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് കോൺട്രഡിക്റ്റും ചെയ്യാതിരിക്കുന്നതാ ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഒരുമിച്ച് ഒരേ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുകയും ഒരേ രീതിയിൽ ഒരേ ഐക്യതയോടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും മക്കളോട് ഡിസ്കസ് ചെയ്യുന്നതിനകത്ത് എന്നും കുഴപ്പമില്ല. മക്കളോടെല്ലാം ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കുന്ന വലിയ വളർന്ന മക്കളായതുകൊണ്ട് അവരോടത്തും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം കുഴപ്പമില്ല. ബട്ട് നമ്മൾ ഡെസിഷൻ എടുക്കുമ്പോൾ നമ്മൾ യൂണിറ്റിയിൽ എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതാ ദൈവത്തിന്റെ പാറ്റേൺ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഡിസ്കഷൻ എന്ന് പറയുന്നത് കൂടെ തന്നെ നമ്മൾ എസ്പെഷ്യലി പല ഡെസിഷൻസും നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ട് ഭാര്യയും ഭർത്താവും അവർ സംസാരിക്കുകയും നമ്മൾ അത് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എസ്പെഷ്യലി നമ്മൾ സംസാരിച്ചിട്ടേ അത് എടുക്കാവൂ. അതിനകത്ത് ഒരാൾക്ക് അഭിപ്രായം സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ ആ സ്പേസ് അനുസരിച്ച് നമ്മൾ അത് മനസ്സിലാക്കുകയും പ്രാർത്ഥിച്ച് ആ കാര്യങ്ങൾ തീരുമാനിക്കും. ഞാൻ പറയുന്നത് തന്നെ ശരിയെന്ന് ഭാര്യ പറയുകയോ അല്ലെങ്കിൽ ഭർത്താവ് പറയോ ഞാൻ പറയുന്നത് തന്നെ ശരിയെന്ന് പറഞ്ഞാൽ അവിടെ ശാഠ്യം പിടിക്കുകയല്ല. നമ്മൾ
ആ രീതിയിൽ വ്യക്തമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്നും ദൈവം തരുന്ന വിസ്ഡം അനുസരിച്ച് നമ്മൾ ആ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ഒരു വേള ഭാര്യ ഒന്ന് തീരുമാനം എടുക്കുക, ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് ആ ഭർത്താവ് കാണുമോ ഭാര്യ അത് ആ ഭർത്താവിലുള്ള കോൺഫിഡൻസിൽ അവർ ഡെസിഷൻ എടുത്തു. ഉടനെ ഭർത്താവ് ചോദിക്കരുത് നീ എൻ്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ എന്ന് ചോദിച്ച് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ആ ഭർത്താവ് ഞാൻ പറഞ്ഞാൽ അത് മനസ്സിലാക്കിയെടുക്കും എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ എടുക്കാൻ സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ഡെസിഷൻ എടുത്താൽ ഉടനെ ചോദ്യം ചോദിച്ച് അതിനെ വലിയ പ്രശ്നമാക്കേണ്ടേ അല്ല വേണ്ടിയത്. അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ആ ഭാര്യയെ എന്നെ മനസ്സിലാക്കി, ആ ഭാര്യയെ ഞാൻ മനസ്സിലാക്കും എന്നുള്ള ഒരു ധൈര്യത്തിലാണല്ലോ ആ തീരുമാനം എടുത്തത് എന്ന് അത് അംഗീകരിച്ച് ആ തീരുമാനത്തെ ശരിവെക്കുക ചെയ്യുന്നതും. അതുപോലെ തന്നെ ഭർത്താവ് തീരുമാനം എടുക്കുമ്പോൾ, ചില സാഹചര്യങ്ങൾ എടുക്കുമ്പോൾ അത് ഭർത്താവ് എടുത്തത് ആ ജ്ഞാനത്തിലും നമ്മളൊക്കെ ഒരു പൊതു നന്മയ്ക്ക് വേണ്ടി ആണല്ലോ എടുത്തത്. ആരെയും ദ്രോഹിക്കാൻ, സ്വന്തം ശരീരത്തെ ആരെയും ദ്രോഹിക്കുവോ, ആ റെസ്പോൺസിബിലിറ്റിയെ അത് എടുത്തതാ. അതുകൊണ്ട് ഞാൻ ഇനി അതിനകത്ത് ചോദിക്കേണ്ട ആവശ്യമല്ല, ഞാൻ പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ അത് ഏൽപ്പിക്കുന്നു. ഭാര്യ ആ കാര്യങ്ങളും അത് മാനിക്കുകയും ചെയ്യുമ്പോൾ ആ കുടുംബജീവിതം വളരെ ധന്യമായി മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ ഇനി ഒരു കാര്യം നമ്മൾ കാണുന്നത്, ഈ ഭാര്യമാര് എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങളോ എല്ലാം പറയുമ്പോൾ, അല്ലെങ്കിൽ ശരീരമായിട്ടുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും പ്രശ്നം പറയുമ്പോൾ ഭർത്താക്കന്മാര് അത് ശ്രദ്ധിക്കാൻ നമ്മൾ കൊടുക്കുമ്പോൾ, ഞാൻ കണ്ടിട്ടുള്ളത് ചിലപ്പോൾ വീണ ചില കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ശരീരമായിട്ടുള്ള പ്രയാസമായിരിക്കും പറയുന്നത്. ഞാൻ ചിലപ്പോൾ അത് അവളെ ശരിക്കും നോക്കിയില്ലയോ അത് കേട്ടില്ല എന്ന് തോന്നിയാൽ അവൾക്ക് വളരെ പ്രയാസമായിരിക്കും. അത് അപ്പൊ അവർക്ക് ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഭാര്യമാര് അവർ കാര്യങ്ങൾ പറയുമ്പോൾ ഭർത്താക്കന്മാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. എന്തോ അത് ശ്രദ്ധിക്കണം, അവരൊന്ന് കണ്ണിൽ നോക്ക്, അത് ശ്രദ്ധിക്കുന്നു എന്നുള്ളൊരു കാര്യം അവർക്ക് നമ്മൾ കൊടുക്കണം. അത് പല സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഞാൻ വേറെ എവിടെയെങ്കിലും ചിന്തിച്ച് വേറെ ഏതെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ വന്നാൽ ഉടനെ അവർക്ക് കൂടുതൽ പ്രയാസം. എന്റെ കൺസേൺസ്, എന്റെ കാര്യങ്ങൾക്കൊന്നും വലിയ വിലയില്ല എന്നുള്ള തോന്നലും പ്രയാസം വരും. അത് നമ്മൾ വരാതിരിക്കാൻ നമ്മൾ അവരെന്തെങ്കിലും പറഞ്ഞാൽ അവരെ ശ്രദ്ധിക്കുകയും അവർ ശ്രദ്ധ കൊടുക്കുന്നു നമ്മളത് കാണിക്കുകയും കൂടെ നമ്മളത് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ ഓർപ്പിച്ചു കൊള്ളുന്നു. ഇത് ഇങ്ങനെ പിന്നെ ഭാര്യമാരുടെ കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ അവർ കുറെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, കുറെ കൂടെ സംസാരിച്ച് കാര്യങ്ങള് പറയുകയും സംസാരിച്ച് നമ്മൾ ചിലപ്പോൾ ഭർത്താക്കന്മാർ അത്രയും സംസാരിക്കാൻ ഉള്ള ഒരു നേച്ചർ കാണത്തില്ല പൊതുവായിട്ട്. അപ്പോ കൂടുതൽ ഭാര്യമാരായിരിക്കും കാര്യങ്ങൾ സംസാരിക്കുന്നത്. അത് കേൾക്കാനും ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഓപ്പൺ ആയിട്ട് വെക്കുകയും അതിന് സന്ദർഭം കൊടുക്കുകയും വളരെ ആവശ്യമാണ്. നമ്മൾ ജോലിയും എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ മിനിസ്ട്രി എന്ന് പോയി ആ സംസാരിക്കുന്ന തമ്മിലുള്ള സംസാരത്തിന്റെ സമയം കുറഞ്ഞു പോയാൽ അത് നമ്മുടെ ബന്ധത്തെ ബാധിക്കുമെന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണ്ടേ. അപ്പോ ഭാര്യ ഭർത്താവിന് കൊടുക്കേണ്ട, നമ്മൾ സംസാരിക്കേണ്ട സമയങ്ങള് നമ്മൾ ഭർത്താവ് ഭാര്യ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും സംസാരത്തിന് സമയം കൊടുക്കുകയും മാത്രമല്ല അതേ സമയത്ത് ഭാര്യമാര് ഭർത്താക്കന്മാർക്കും സമയം കൊടുക്കാൻ, തിരക്കും ജോലിയും മിനിസ്ട്രിയും എല്ലാം കാര്യം ഭർത്താക്കന്മാർക്ക് സമയം കൊടുക്കാതെ പോയാലും അവിടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ 1, 2, 3, 4 ദിവസത്തില് അത് അറിയത്തില്ലായിരിക്കും. അത് കൂടുതൽ അകൽച്ചയ്ക്കും പ്രയാസത്തിന് വരും. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടുപേരും തനിച്ചുള്ള സമയം, എന്ത് മിനിസ്ട്രി ആയാലും എന്ത് ജോലി ആയാലും മക്കളും അതെല്ലാം കാര്യങ്ങളുണ്ടായാലും അന്യോന്യം തനിച്ചുള്ള സമയം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയൊരു കാര്യം കൂടെ ഞാനത് എഫേസറിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു വാക്യം, ബഹുമാനിക്കണം. നമ്മൾ പറഞ്ഞല്ലോ, ബീന പറഞ്ഞല്ലോ, ഭാര്യമാരെ ഭർത്താക്കന്മാർ ബഹുമാനിക്കണം, വളരെ റെസ്പെക്ട് കൊടുക്കണം. അതേ സമയത്ത് ഭാര്യമാർ അത് നാച്ചുറലായിട്ട് അവർ റെസ്പെക്ട് ചെയ്യും. അത് ഭർത്താക്കന്മാരത് റെസ്പെക്ട് കൊടുക്കണം. നമ്മൾ കൊടുക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ വരാൻ സാധിക്കും. അവരെ അംഗീകരിക്കുകയും അവരോട് ഡിസ്കസ് ചെയ്യാതെയും അവരോട് പല കാര്യങ്ങളും അവരെ ശ്രദ്ധിക്കാതിരുന്നാൽ അവർക്ക് റെസ്പെക്ട് കൊടുക്കുന്നില്ലെന്ന് വരും. അതേപോലെ ഭാര്യമാർ ഒന്ന് ശ്രദ്ധിക്കണം. എഫേഷ്യൻസിലെ ആ 5th chapter ലാസ്റ്റ് വേഴ്സ് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, വൈഫ്സ് റെസ്പെക്ട് യുവർ ഹസ്ബൻഡ്സ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോ ദാറ്റ് ഇസ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ ഭർത്താക്കന്മാർക്ക് ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ട്. ഭാര്യമാർ അവരെ കൺസിഡർ ചെയ്തില്ല അല്ലെങ്കിൽ ബഹുമാനിച്ചില്ല എന്ന് വരുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അവിടെ 33:5 5-ാം അധ്യായത്തിന് 33-ാം വാക്യം,
അവിടെ ലാസ്റ്റ് വാക്ക്, ആൻഡ് ദ വൈഫ് മസ്റ്റ് സീ ടു ഇറ്റ് ദാറ്റ് ഷീ റെസ്പെക്ട്സ് ഹർ ഹസ്ബൻഡ്. ഇത് ഹസ്ബൻഡ് ചിലപ്പോൾ പല കഴിവുകളും പല കഴിവ് കുറവുകളായിരിക്കാം. അപ്പൊ ദൈവം ആ ഹസ്ബൻഡിനെ അവിടെ ഹസ്ബൻഡായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യമാർ എത്ര വലിയ ആൾക്കാരായാലും ആ ഹസ്ബൻഡിന് കൊടുക്കേണ്ട ഒരു ബഹുമാനം നമ്മൾ കൊടുക്കേണ്ടി വരും, കൊടുക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഇതിനിടയ്ക്ക് ഓർപ്പിക്കും. പൊതുവായിട്ട് അത് ചെയ്യുന്നുണ്ട്, പക്ഷെ ചില സമയത്ത് നമുക്കത് ശ്രദ്ധിക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ വരുന്നതായിരിക്കും. അത് കൊടുക്കുകയും ചെയ്യണമെന്നല്ല ഞാൻ ഓർപ്പിച്ചു. അത് അങ്ങോട്ടും ഭർത്താക്കന്മാർ ഭാര്യമാരെയും റെസ്പെക്ട് ചെയ്യണം. അവരുടെ വ്യൂസും അവരുടെ ഫ്രീഡമും എല്ലാം നമ്മൾ മനസ്സിലാക്കി അവരെ റെസ്പെക്ട് ചെയ്ത് അവരെ കൺസിഡർ ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിച്ചുകൊള്ളുന്നു. ഇത്രയും കാര്യങ്ങൾ ഞാൻ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ബാക്കി ആഡ് ഓൺ ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് പറയാം. There were some questions. Questions. ഇപ്പൊ ഏതാണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് പറയാം. So one question is came in the chat box. Man shall leave father and mother and cleave to his wife. How is this in practice? How is this in practically? How is this done? Does it mean that we reduce responsibility towards parents and more towards spouse? You're muted, Samson. I'll translate. അവിടെ പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയും വിട്ടിട്ട് ഭാര്യയോടെ ചേർന്ന് മാറി ഇരിക്കണം, അതിനെ ഒരുമിച്ചായിരിക്കണം എന്നുള്ള ആ വചനത്തിന്റെ അടിസ്ഥാനം ഉണ്ടല്ലോ, അത് എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് അത് ചെയ്യാൻ സാധിക്കും? Is that okay? What I said? Is that right? Yeah. So I mean, basically the question is, once you get married, how do we continue the responsibility to parents? Like, how does the relationship to parents change after marriage? അപ്പോൾ നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് നമ്മൾ മാതാപിതാക്കന്മാരോടുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഉത്തരവാദിത്വം, അത് എങ്ങനെ അത് മാറി തീരുന്നു എന്നുള്ള ഒരു ചോദ്യമാണ്. So before marriage, I mean, at the time when you're in your parents' home, we know that your father will be the head of the family, and your parents, and you honor them, you listen to them. But once you are united to your wife, you have become a different unit, and the husband has become the head of another unit. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിവാഹം കഴിക്കുന്ന മുൻപ് വീട്ടിലെ ഉത്തരവാദിത്വമായിരിക്കുന്ന പിതാവ് ആ കാര്യങ്ങൾ പറയുന്നതെല്ലാം മക്കൾ അത് കേൾക്കുകയും അതനുസരിക്കുകയും എല്ലാം ചെയ്യുന്നത്. ബട്ട് വിവാഹം കഴിഞ്ഞ ഉടനെ ആ പൊസിഷൻ മാറി ഭർത്താവിനോട് ഭർത്താവ് ഒരു യൂണിറ്റ് ആയിട്ട് ഒന്നായിട്ടാ നമ്മൾ അത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇനി നമ്മൾ കേൾക്കുന്നത് നമ്മൾ ഒരുമിച്ച് ഭർത്താവ് ആ ലീഡർഷിപ്പും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുക ചെയ്യുന്നത്. അപ്പോ പിതാവ് പോയി അപ്പം പണ്ടുകൊണ്ട് അപ്പനെ കേട്ടുകൊണ്ടിരുന്ന മക്കള് ഇപ്പോ കേൾക്കേണ്ടത് ഇവർ ഒരുമിച്ച് ഭർത്താവ് എന്നുള്ള ലീഡർഷിപ്പ് എന്നുള്ള അവിടെ വരുമ്പോൾ, യൂണിറ്റ് ആവുമ്പോൾ, അങ്ങനെ ഭർത്താവിന്റെ നേതൃത്വത്തിലാ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടത്. So the issue is not that we stop honoring our parents or stop caring for them, or if they have a need that we stop helping them. That should not stop. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ നമ്മുടെ പൊസിഷൻ ഓഫ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇത്ര വ്യത്യാസം വന്നാൽ നമ്മൾ അവരെ ബഹുമാനിക്കുകയോ അവർക്ക് കൊടുക്കേണ്ട സ്ഥാനമോ അവർക്ക് കൊടുക്കേണ്ട ശ്രദ്ധയോ ഒന്നും വിട്ടുപോകാൻ പാടില്ല. അത് നമ്മൾ ചെയ്യുകയും ചെയ്യണം. ബട്ട് അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. Now godly parents who want the best for the children, they will be able to understand. They themselves will say, you're one unit, you should handle your own conflicts. They will encourage the children to become a separate unit. അപ്പോൾ ഒരു ആത്മീയ കാഴ്ചപ്പാടുള്ള ദൈവ മക്കളായിരിക്കുന്ന മാതാപിതാക്കന്മാർ അവരെന്ത് ചെയ്യും? ഈ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ മക്കളെ
അവർക്ക് മനസ്സിലാക്കി അവർ അതിനകത്ത് അവരുടെ ജീവിതത്തിൽ ഇന്റർഫിയർ ചെയ്യാതെയും അവർ മാറി നിൽക്കുകയും ആ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് ഒന്നായിട്ട് കണ്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെയാ തീരുമാനിക്കേണ്ടത്, നിങ്ങൾ തന്നെയാ ഒരുമിച്ച് നിൽക്കേണ്ടത്. അത് നിങ്ങളുടെ കാര്യങ്ങൾ അത് വെളിയിൽ പറഞ്ഞ് അത് ആ രീതിയിൽ പ്രയാസം ഉണ്ടാകാതെ, പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വന്നാൽ അതെല്ലാം നിങ്ങൾ തന്നെയാ അത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതി ആത്മീയ പിതാക്കന്മാർക്കും ആത്മീയ മാതാപിതാക്കന്മാർക്ക് ഉണ്ടാകും. അത് ചെയ്യുകയാ ചെയ്യുന്നത്. So sometimes the area of conflict happens when parents are very possessive about their children, and they want to hold on to their children and not let them go. So sometimes they'll be making demands, unnecessary demands on the children in order to get retain their attention, which they themselves could have done. അപ്പൊ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് നമുക്ക് ചില സമയത്ത് അറിയാതെയോ അറിഞ്ഞോ ഈ മാതാപിതാക്കന്മാർ പണ്ടത്തെ ആ അടുപ്പും മക്കളുടെ മേലുള്ള ആ അധികാരവും പറഞ്ഞു കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുകയും അവർ പറയുന്ന അനുസരിച്ച് മക്കൾ ചെയ്യുന്നതും എല്ലാം കണ്ട് വന്ന് ഉള്ളതുകൊണ്ട് അവർ അറിയാതെ വിവാഹം കഴിഞ്ഞിട്ടും ആ കാര്യങ്ങൾ അവരുടെ അഭിപ്രായങ്ങളും പറഞ്ഞ് ഏൽപ്പിക്കുകയും അത് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം കാണാൻ സാധ്യതയുണ്ട്. അത് ഒരിക്കലും അത് പാടില്ല. അത് പ്രശ്നങ്ങൾക്ക് അതൊരു വഴിയായി വരുത്തിരും. അത് നമ്മൾ ഒരിക്കലും അവർ വിവാഹം കഴിഞ്ഞിട്ട് അവരെ ആ കാര്യത്തിൽ ഒരു രീതിയിലും ഇടപെടുകയും അവരെ ഇമ്പോസ് ചെയ്യരുത്, പറഞ്ഞ് അവരെ ധരിപ്പിക്കുകയല്ല, അവരെ ചെയ്യിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അവർ തന്നെ കാര്യങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചു വന്നാൽ അത് മാതാപിതാക്കന്മാർ അത് പറയുകയും ചെയ്യാം. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ചെയ്യാൻ പാടില്ല. അത് പ്രശ്നങ്ങൾക്ക് ആരംഭമായി തീരും, പ്രശ്നങ്ങളുടെ കാരണമായി തീരും. Yeah, so that's where we need godly wisdom, to be able to tell the parents that if they're not able to understand that that this decision is between you and your spouse, and initially it might be hard, but initially itself it is done, they will soon realize that this is the way it is done, this is the biblical way, that you and your spouse is one unit now, and that you will be taking your decisions, but you are there for them, to honor them, and to when they have a real need, that you're there for them. ഇത് മാതാപിതാക്കന്മാർ തന്നെ അത് മനസ്സിലാക്കി അത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, അങ്ങനെ ആ ദൈവജ്ഞാനം ഇല്ലാതെ അവർ ഇടപെട്ടാല് ഈ മക്കള് ആ കാര്യം അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് ഞങ്ങൾ എടുക്കേണ്ട തീരുമാനമാ, നിങ്ങളെ ആ കാര്യത്തിൽ ഒത്തിരി ഇടപെടാതിരിക്കുന്ന നല്ലത്. അത് പ്രശ്നങ്ങൾക്ക് കാരണമായി തീർന്നത് ഒന്നുള്ള കാര്യം അത് ഉണർത്തുകയും അത് സ്നേഹത്തോടെ മാതാപിതാക്കന്മാരോട് അത് പറഞ്ഞ് നിങ്ങൾ ആരംഭം തന്നെ അത് പറഞ്ഞ് അത് മനസ്സിലാക്കി കൊടുത്താൽ പിന്നെ പല പ്രശ്നങ്ങൾക്കും അത് വഴി ഒരുക്കാതിരിക്കും. അത് ആരംഭം തന്നെ അത് ചെയ്ത് ആ രീതിയിൽ മുന്നോട്ട് പോയാൽ വളരെ നന്നായിരിക്കും. Okay, now I hope that answer is sort of clear. We have one more question. നമുക്ക് ആ കാര്യം നമുക്ക് ഒരുമാതിരി ക്ലിയർ ആയി തോന്നുന്നു. നമുക്ക് ഒരു ചോദ്യം കൂടെ ഉണ്ട്, ആ കാര്യം നമുക്ക് സംസാരിക്കാം. So yeah, this question is a little more difficult question, more broad question. It is how at till what range should one spouse tolerate the other before that person leaves? അത് ഇങ്ങനെയാ ചോദിക്കുന്നത് മനസ്സിലാക്കുന്നത്. എത്ര അളവ് വരെ ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള അവർക്ക് വഹിക്കാൻ സാധിക്കും? ഒരു ലിമിറ്റ് ഇല്ലേ? അത് ഒരു ലിമിറ്റിനപ്പുറം ഏത് ലിമിറ്റ് വരെ നമുക്ക് അത് പോകാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Is that correct, Thomas? Yeah. Yes. So it's a broad question, because you're saying that how much should I tolerate the other person who's very bad? Saying that other person is very bad is a very subjective thing. അപ്പോ ഇവിടെ ചോദിച്ചിരിക്കുന്ന പൊതുവായിട്ടുള്ള ഒരു ചോദ്യമാണ്, ഞാൻ എത്രമാത്രം എന്റെ പങ്കാളിയോട് ഞാൻ സഹിക്കാൻ സാധിക്കും, മോശമായിട്ട് ഇടപെടുമ്പോൾ സഹിക്കാൻ സാധിക്കും എന്നുള്ളൊരു ഒരു പൊതുവായിട്ടുള്ളൊരു ചോദ്യമാണ്. എന്തോ ഏരിയ എന്നും പറഞ്ഞിട്ടില്ല, പൊതുവായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. So why we have to be careful is because
sometimes if we say this, if we take it very generally, it will sound that as if, at given any small problem that you leave and go off. ഈ രീതിയിൽ ഒരു ചോദ്യം നമ്മൾ സാധാരണ കേൾക്കുമ്പോൾ നമുക്ക് ചിന്തിച്ചു പോകും, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒരു ലെവൽ വരെ നമ്മൾ പ്രശ്നത്തിന് സൊല്യൂഷൻ വന്നില്ലെങ്കിൽ വിട്ടിട്ട് പോകുക, അല്ലെങ്കിൽ അതിനകത്ത് കളഞ്ഞിട്ട് പോകുക എന്നുള്ളൊരു ഒരു ടെൻഡൻസി, ഒരു രീതികൾ വരാനല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. But what we read from the word of God is, till the last moment, as far as possible, it is even with a believer and an unbeliever, it is to, hold on to the marriage, to save the marriage, as far as possible. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ കുടുംബമായിട്ട് ദൈവം നമ്മളെ യോജിപ്പിച്ചാൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മൾ അവസാനത്തോളം നമ്മൾ അത് പിടിച്ചു നിൽക്കാനാ ദൈവത്തിന്റെ പ്രമാണം പറയുന്നത്. So, there are circumstances which we'll talk about, like, but the first circumstances, say we have two genuine believers, husband and wife, and they have a lot of conflicts among themselves. Maybe parents are involved in all those sort of things, and they are facing a lot of conflicts. What do they do? അപ്പോ ഈ നമുക്ക് ഇതിന്റെ ഇത്രയും പറഞ്ഞെങ്കിലും കൂടെ നമ്മൾ അതിന്റെ സാഹചര്യങ്ങൾ നമ്മൾ വളരെ നോക്കേണ്ട ആവശ്യമുണ്ട്. പല സാഹചര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് വിലയിരുത്തേണ്ട. നമ്മൾ പറഞ്ഞല്ലോ അവസാനത്തോളം നമ്മൾ പിടിച്ചു നിൽക്കുന്നു പറയുമ്പോൾ ദാ പ്രമാണം. ബട്ട് നമ്മൾ ചില സാഹചര്യങ്ങൾ നമുക്കത് നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നതുകൊണ്ട് ആ സാഹചര്യങ്ങൾ കൂടെ നമ്മൾ വിലയിരുത്താൻ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊള്ളുന്നു. And so in these places, no matter how bad these conflicts have been, and always it is for the reconciliation. And we advise counseling or other ways, getting senior couple, godly couples. അപ്പൊ നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അവർ തമ്മിൽ അതിന് ഒരു സൊല്യൂഷൻ കാണാൻ സാധിക്കാതെ വന്നാൽ നമുക്ക് മറ്റവരുടെ സഹായം നമുക്ക് ആഗ്രഹിക്കുകയും അത് സഹായം നേടുകയും അത് മുഖാന്തരം അവരെ കൗൺസിൽ ചെയ്ത് അവർ തമ്മിലുള്ള ഒരു നിരപ്പിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന ശ്രമങ്ങൾ എടുക്കുകയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ രീതിയിൽ അവർ ഒരുമിച്ച് കൊണ്ടുപോകാൻ ആ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. Now, in the second circumstance could be that one person is a genuine believer, the other person is not a genuine believer. ഇനി ഒരു രണ്ടാമത് സാഹചര്യം എന്ന് പറയുന്നത്, ഒരാള് ഒരു യഥാർത്ഥമായിട്ടുള്ള ദൈവത്തെ അനുസരിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലായിരിക്കും, മറ്റേ ആള് ദൈവത്തെ ശരിക്കും അന്വേഷിക്കാത്ത ഒരു വ്യക്തി ആയിരിക്കും. ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? What I mean is that sometimes we can know from a person's attitude if he's a real believer or not. If you have someone who's getting drunk and who's beating up the wife and doing all sorts of things, it's very obvious that this person might not be a true believer. നമുക്ക് ഒരു സാഹചര്യം വേളയിൽ നമ്മൾ കാണുമ്പോൾ സാധാരണ നമ്മൾ കാണുന്ന ഒരാള് കർത്താവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുക, അത് കുടിച്ച് വീട്ടിൽ വന്ന് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു പ്രകൃതി ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും, അയാൾ ഒരു വിശ്വാസി അല്ല എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. And so if you come to Corinthians, turn to 1 Corinthians chapter 7. 1 കൊരിന്ത്യർ എന്ന് നോക്കിയാൽ 7-ാം അധ്യായത്തില് 1 കൊരിന്ത്യർ 7-ല് this is where Paul was asked questions about marriage, and in verse 10 he says, now to the married I command. 7 verse 10, now to the married I command. വിവാഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. 10-ാം വാക്യം. If you can read verse 10 and 11. ആരെങ്കിലും മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? 10ഉം 11ഉം. വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല, കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം, അല്ലെന്ന് വരികിൽ
ഭർത്താവോട് നിരന്നു കൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും അരുത്. Okay. So we see, two things. First, Paul is encouraging the wife, like, not to depart from the husband in verse 10. അവിടെ രണ്ട് കാര്യം പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ അവിടെ ഭാര്യമാര് ഭർത്താക്കന്മാരെ വിട്ടു പോകരുത് എന്ന് ഒരു നിർദ്ദേശം പറയുന്നുണ്ട്. But in verse 11, he's saying that if there is some circumstance, it could be anything, that the husband is violent or abusive and torturing the lady or the children, there might be some condition where she might have to stay away from him. അപ്പൊ ഈ 11 വാക്യത്തിൽ നമ്മൾ പറയുന്ന ചില സാഹചര്യത്തിൽ അവർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള പറ്റാത്തൊരു സാഹചര്യമായെങ്കിൽ ഭാര്യമാരുടെ അടുത്ത് അവിടെ പറയുന്നത് നിങ്ങള് ഭർത്താക്കന്മാരെ വിട്ടു പോകരുത് നമ്മൾ പറഞ്ഞെങ്കിൽ കൂടെ അവരെ പിന്നെ വിവാഹം കഴിക്കരുത് എന്നുള്ള രീതിയിലും അവിടെ നമുക്ക് കാണുന്നുണ്ട്. Yeah, so she can't just go off and marry somebody else. നേരെ ജസ്റ്റ് ഇറങ്ങിപ്പോയി വേറൊരാളിനെ വിവാഹം കഴിക്കുന്ന ഒരു ചിന്ത അവിടെ ഒരു പാടില്ല, അത് പറ്റത്തില്ല, ബുദ്ധിമുട്ടാ എന്നുള്ള രീതിയിൽ അവിടെ മനസ്സിലാക്കി. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ദൈവവചനം അനുവദിക്കുന്നില്ല. It is always the hope of reconciliation. എപ്പോഴും നമ്മൾ അതിനെ നിരപ്പ് പ്രാപിക്കാനുള്ള ഒരു പ്രവർത്തനം അവിടെ നടക്കണം എന്ന് ശ്രമിക്കണം, അത് നടന്നിരിക്കണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. Now this is, we are assuming that the marriage has been consummated. That means ഇത് നമ്മള് Thomas, can you repeat that? Can you hear? Disturbance. Okay. No, I was saying this is assuming that they have become one flesh. They have consummated the marriage and become one flesh. Yeah. ഇത് നമ്മളിപ്പോ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഒരു വിവാഹ ചടങ്ങ് കഴിഞ്ഞ് മാത്രം ഒന്നല്ല അല്ല, അവരുടെ ശാരീരമായിട്ടും അവർ ഒരുമിച്ച് ഒന്നായി തീർന്നോ എന്ന് കൂടെ നമ്മളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളൊരു ചടങ്ങ് കഴിഞ്ഞാൽ അവര് വിവാഹിതരായി നമ്മൾ ചിന്തിക്കുകയും അത് ശരിയായെങ്കിലും കൂടെ അവർക്ക് ആ വിവാഹ ജീവിതത്തിലെ ശരീരമായിട്ട് ഒന്നായി തീർന്നോ, ആ മാരേജിന്റെ കൺസമേഷൻ എന്ന് നടന്നിട്ടുണ്ടോ, അത് നടന്നിട്ടേ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അതൊരു വിവാഹം എന്ന് പറയാൻ നമുക്ക് വെളിയിൽ നമുക്ക് നടന്നെങ്കിലും കൂടെ അവിടെ ശരിക്കും അവിടെ വിവാഹ ജീവിതം ഇല്ല എന്ന് വേണേ നമുക്ക് ചിന്തിക്കാം. അതൊരു വിവാഹമായിട്ട് നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കേണ്ട ആവശ്യം ഒന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം. Yeah, so we have to take that into consideration, that the marriage has been consummated, because if it has not been consummated, then it is not like sometimes just a ceremony has happened, but after that it is not, nothing has happened. That is not a consummation of the marriage. Yeah, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സെറമണി അവിടെ നടന്നു, അവിടെ ചില ഒരു ചടങ്ങുകൾ അവിടെ നടന്നു, ബട്ട് അവരുടെ കുടുംബജീവിതം ആയിട്ടില്ല. ആ കുടുംബമായിട്ട് ഒരു ജീവിതം അയച്ചില്ലെങ്കിൽ അതും നമ്മളൊരു വിവാഹ ജീവിതം ഒന്നും പറയാൻ സാധിക്കത്തില്ല. അപ്പൊ മാരേജ് കൺസുമേഷൻ അവിടെ നടന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഒരേ ശരീരമായി തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പിന്നിൽ വരുന്ന തീരുമാനങ്ങൾ വ്യത്യാസം, അത് ഒന്നും നടക്കാതെ അങ്ങനെ ആയിരുന്നാൽ നമ്മൾ നിർബന്ധിച്ച് നമ്മൾ ഒരു കാര്യം കെട്ടി നമ്മളൊരു സെറമണി മാത്രം നടന്നിട്ടുണ്ടെങ്കിൽ അത് വിവാഹം നമുക്ക് പറയാൻ നമുക്ക് സാധിക്കാതിരിക്കും. So that the first, like say a man and wife, woman, they have come together, consummated. Now in God's eyes, they are husband and wife. അപ്പോ ഈ man and woman have, tell me, Thomas, once again, can you repeat that? I think there's a delay in reaching the voice reaching. Yeah. No, I'm saying the first man, like a man and woman married together, they get married, they have become one flesh. Now in God's eyes, they are husband and wife. Yeah. അപ്പോ ആദ്യത്തെ പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ദൈവം ഒരുമിച്ച് കൊണ്ടുവന്നപ്പോൾ അവര് ആ സമയം തന്നെ ഒരേ ശരീരമായി ഒരു ശരീരമായി തീർന്നു. അങ്ങനെ ആവുമ്പോൾ അത് പിന്നെ അവരെ പിരിക്കാൻ സാധിക്കത്തില്ല.
So the only condition where we see Jesus saying that, divorce can happen is, in sexual immorality. If one of them is involved in sexual immorality, that is the only grounds of divorce that Jesus talks about. അപ്പോ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരിടത്തിൽ മാത്രമേ യേശു കർത്താവ് പറയുന്നത് ആ വിവാഹ ജീവിതത്തിൽ അവിശ്വസത എന്ന് പറഞ്ഞാൽ ലൈംഗികമായിട്ട് വേറെ രീതിയിൽ വേറെ ആൾക്കാരോട് ഇടപെടുകയും ആ രീതിയിൽ അവിടെ അവിശ്വസത കാണിച്ചാൽ മാത്രമേ ഒരു ഡൈവോഴ്സ് എന്നുള്ള ഒരു ചിന്ത കൂടെ വരാൻ സാധിക്കുകയുള്ളൂ. അതും അവിടെ മാത്രം അങ്ങനെ കർത്താവ് തന്നെ ആ കാര്യത്തിൽ ഉണ്ടാകുന്നു. Of course, when Jesus spoke at his time, he was talking to a Jewish community. Jesus was talking to the people who were listening that time was a Jewish community. അവിടെ യേശു കർത്താവ് സംസാരിക്കുമ്പോൾ എല്ലാം യഹൂദന്മാരോടാ. ആ യഹൂദന്മാരുടെ അവരുടെ പാരമ്പര്യം നോക്കി അവരുടെ അടിസ്ഥാനത്തിൽ വെച്ച ഈ കാര്യങ്ങളെല്ലാം യേശു കർത്താവ് സംസാരിക്കുക ഉണ്ടാകുന്നു. Now, what Paul is speaking here, there is a new scenario that has come, is there are large number of unbelievers. Some have become believers, some are unbelievers. So you have in some places where the wife has become a believer, in other places the husband has become a believer. So it's like a mixed group. അപ്പൊ ഇവിടുത്തെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പൊതുവായിട്ടുള്ള എല്ലാവർക്കും പറയുന്ന ഒരു നിർദ്ദേശങ്ങളാ. അതിനകത്ത് യഹൂദന്മാരുണ്ട്, അതിനകത്ത് വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് തരുന്ന ഒരു പൊതു നിർദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. And so when you read on, it is that even if the husband is an unbeliever, you are not to separate from him if he is an unbeliever. But if the husband wants to go off, then you are free to marry again. Illa, Thomas, I think that's a no. Marry again. You have to live separate. Marry again. Not remarry. If he goes off, if he's wanting to go off, let him go. എന്നുള്ള രീതിയിലാ പറയുന്നത്. Not marry again. Yeah. In the sense, verse 15. Yeah. Yeah. If an unbelieving one leaves, let him leave. The brother or sister is not under bondage in such cases, but God has called us not bondage to keep on holding on to him, but not marry എന്ന് അവിടെ പറയുന്നില്ല. Okay, yeah. ഇവിടെ because the other one is saying, no, അവിടെ നമ്മൾ ഡൈവേഴ്സ് ചെയ്യരുതെന്ന് പറയുമ്പോൾ അവർ മാറി 11th verse നമ്മൾ വായിക്കുമ്പോൾ not to qualifies this statement. So when the husband is wanting to leave and go, the sister is not bound to continue trying to hold him on. Okay, let him go. That's all. Go in peace, but not to marry. അതാ 11 15 ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് നോക്കിയാൽ അറിയാം അല്ലേ? Yeah, I mean, before that, it doesn't talk about the unbelieving in verse 10 and 11. I mean, the unbelieving part comes later on only. It's okay. We can look it up. Maybe that. But to the married, I give instruction, not I, but the Lord. Then that she should not leave her husband. So the married people, if they are believers, they will not leave actually, no. So the wife should not leave her husband when the husband is intolerable or he is an unbeliever. That is why it is happening like that. She does not leave, she must remain unmarried or else be reconciled to her husband. And that the husband should not divorce his wife. So if the wife is, the other thing is, the wife is an unbeliever, the husband should not divorce his wife. And it goes on to say, if in the 15th verse, if the unbelieving one leaves, let him leave. It can be the wife also. The brother or the sister is not under bondage in such cases. But God has called us to peace. But specific ആയിട്ട് കല്യാണം കഴിക്കാവുന്നവിടെ പറയുന്നതിൽ എക്സെപ്റ്റ് അവിടെ നമ്മൾ മരിച്ച സമയം മാത്രമേ കല്യാണം കഴിക്കാവൂ എന്നുള്ള ഒരു കാര്യം അവിടെ നമുക്ക് താഴെ കാണാൻ സാധിക്കും. When the husband has died. There is one more question in relation to that.
Yeah. Samchen, what if the husband has married someone else and the previous wife is still waiting? Uh-huh. And the previous wife is alive. Waiting. So remarried. Alle? Means the husband has left and gone and married someone else, and the previous wife is still waiting. So that is, what is your observation in that? I would say that is, I mean, he has already committed sexual immorality. Yeah. And that is grounds for divorce. And in that case, she is free to marry again. Yeah, yeah. She is not bound to him because he is not being faithful. Yes. Yeah. Yes. And after this, there is one more question. So, yeah. I was just looking at the one verse. Oh, we have no time. Okay, give the gift. Maricha കഴിഞ്ഞാൽ the husband, the wife has no. എന്നുള്ളൊരു വാക്യം ഇവിടെ പറയുന്നുണ്ട്. I'm just looking at where that is. Verse 39. A wife is bound as long as her husband lives. Verse 39. But if her husband is dead, she is free to be married, to whom she wishes only in the Lord. Yeah, that is. Until death is the union to be lasting. എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യം. Okay, next question പറഞ്ഞവനെ സമയം പോകുന്നു. So this question is it okay if husband stays at home for a child care for a period of time when Bible primarily speaks about women as workers at home? What is the relevance of working woman? Thomas, your take? I think both of us, Samchan and myself, have been at home. There are others who can come in. No, I mean, so we can say that, you know, we have taken care of children, and we have, for me also, there have been times, especially in Ivy's PG time, and maybe even the last year also. And, you know, it's for a child, it's also to, sometimes we assume that only mother is important, but you forget that the father's role. Because in many places, the fathers are non-existent, busy with work from morning till night. And so both father is important and both mother is also important. So even if mother is working, the mother also has to spend time with the child. If we read Proverbs 31, we read about, is it 31? The last Proverbs about the woman, the wife, who is the noble wife. She's going around working also. In the morning time, you know, she's not full time at home with the children. She has businesses also that she is doing. So we don't just see her just sitting at home the whole time. So it's not that women didn't do anything at all other than just being with children. But a huge responsibility of mothers is bringing up the children, because there are certain aspects that only a mother can do, and there are certain aspects that a father can do. So both bringing up children is both fathers and mothers' responsibility. And you know, it doesn't say in the word that women should not work, because we read in Proverbs that a noble woman, she does good work. Samchen? Yeah. So in our case, if for example, it says that I work for 12 years, for example, approximately. So it was our understanding that I will spend concentrate. Malayalam, can you say it? Sorry. അപ്പൊ ഞങ്ങള് 12 വർഷം സെക്യുലർ ജോബിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു സമയം പിന്നെ മിനിസ്ട്രിക്ക് നമ്മൾ ഒരുമിച്ച് ഞങ്ങൾ പോവുകയും വടക്കിന്ത്യ പോവുകയും അവിടെ വന്നിട്ട് പിന്നെ തിരിച്ചു മടങ്ങി വരുമ്പോഴും ഇവിടെ കുറച്ചുനാൾ ഞാൻ ജോലി ചെയ്ത് പിന്നെ ഞങ്ങളുടെ കാര്യം നോക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ഞാൻ കൂടുതൽ ആത്മീയ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുകയും
അത് നമുക്ക് അതൊരു ജോലിയാണ്, വലിയൊരു ജോലിയാണ്, ഏറ്റവും മനോഹരമായിട്ടൊരു ജോലിയാണ്. അത് വീട്ടിൽ ഇരുന്ന് കഴിച്ച് ചുമ്മാ കിടക്കുകയല്ല നമുക്ക് വേണ്ടിയത്. ഉത്തരവാദിത്തങ്ങളിലായിട്ട് അത് ചെയ്യുമ്പോൾ ബാക്കി പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഏൺ ചെയ്യുന്ന മെമ്പർ ഭാര്യ ആയിരിക്കും. അത് നമ്മൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ ജോലിയുടെ കാര്യങ്ങൾ, ഭാര്യയെ സമ്പാദിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ടില്ല വചനത്തിൽ. നമ്മൾ പ്രോബ്സില് 31 പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ അത് ചെയ്തപ്പോൾ അവരും ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു, അവിടെ ചെയ്തപ്പോൾ അവരും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഭർത്താവായിരിക്കുന്ന ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ കൂടുതൽ ആത്മീയ കാര്യങ്ങൾക്കും കൂടെ ശ്രദ്ധ കൊടുക്കണമെന്നുള്ള ആ ഒരു ചുമതല ഞങ്ങൾ തമ്മിലും വേർതിരിച്ചെടുത്തപ്പോൾ ഇത് ഞങ്ങൾ തമ്മിലൊരു പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇരിക്കുന്നത്. അതേ സമയത്ത് ഒന്നും ചെയ്യാതെ വീട്ടിൽ ചുമ്മാ ഇരുന്ന് കഴിക്കുകയും കുടിക്കുകയും മാത്രം ചെയ്താൽ, അത് ഇറസ്പോൺസിബിൾ ആയിട്ട് ഒരു ജീവിതം നയിച്ചാൽ അത് തെറ്റാ. ഭർത്താവിന് ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബേസിക് റെസ്പോൺസിബിലിറ്റി എന്തു ചെയ്യണമെന്നും അത് എങ്ങനെ വിലയിരുത്തി കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ബേസിക് കാൽക്കുലേഷൻ ഭർത്താവ് അവിടെ ചെയ്യേണ്ടത്. അവർ തമ്മിൽ ഒരു നല്ലൊരു അഗ്രിമെന്റ് ഉണ്ടായി അത് ഏത് നിലയിൽ അത് കൺവീനിയന്റ് ആയിട്ട് ആക്കാൻ പറ്റുമോ ആ കാര്യത്തിൽ വരുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. ഒരാൾ ദൈവരാജ്യത്തിന് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാനും സമയമെടുത്താൽ അത് അങ്ങനെ ആയിക്കോട്ടെ, അതൊരു വലിയൊരു ജോലി തന്നെയാ. രണ്ടുപേരും ജോലി വിട്ടിട്ട് ചെയ്യുന്നവരും ആൾക്കാരുണ്ട്, രണ്ടുപേരും കർത്താവിന്റെ വേലയിൽ ഇരിക്കുന്നവരുണ്ട്. ആ എല്ലാ കർത്താവ് വിളി അനുസരിച്ച് ഓരോ കാര്യങ്ങൾക്കും എക്സെപ്ഷൻസ് ഉണ്ട്. സോ ദൈവഹിതം പോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക ചെയ്യുന്നത്. ബേസിക് ആയിട്ട് ഹസ്ബൻഡ്സിന് വീട്ടിലെ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം കോട്ട വരാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചുമതല ഹസ്ബൻഡ്സിനുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്ത് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ദൈവം പറയുന്ന അനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അതുകൊണ്ട് ഇത് തെറ്റാ അതെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം ഇല്ലാതെ പോയാൽ, അവർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ പോയാൽ അവിടെ തെറ്റാ സംഭവിക്കും. തോമസ് പറഞ്ഞ ഒരു കാര്യം കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യാമോ? തോമസ്, can you say that about looking after children, father's role? Yeah, I was saying that both fathers and mothers have a role in bringing up children. അവിടെ പറഞ്ഞത് അപ്പനും അമ്മയ്ക്കും മക്കളെ വളർത്തി കൊണ്ടുവരാനുള്ളൊരു ചുമതല ഉണ്ട്, ഒരേപോലെ ചുമതല ഉണ്ട്, രണ്ടുപേർക്കും ചുമതല. അമ്മമാർക്ക് കുറച്ചുകൂടെ അവരോട് അടുക്കാനും അവരോട് ഇടപെടാനും അവരുടെ ശ്രദ്ധ അവർക്ക് വേറെ രീതിയിൽ അമ്മ എന്നുള്ള രീതിയിലുണ്ട്. അപ്പന്മാർക്കും ആ ഉത്തരവാദിത്വം ഉണ്ട്. In fact, if you see in Deuteronomy, a lot of times it tells the fathers to teach the word to the children. നമ്മൾ നോക്കിയാൽ പഴയ നിയമത്തില് ഒരു രീതിയിൽ നോക്കിയാൽ പിതാക്കന്മാരോടെ പറയുന്നത്, നിങ്ങളുടെ മക്കളെ വചനത്തിൽ മക്കളെ പഠിപ്പിക്കുക ചെയ്യേണ്ട കാര്യത്തിൽ പറയുന്നത്. And just an interesting fact is, lot of children who go into atheism, if you look at them, they have had a bad relationship with their fathers, and they're not able to relate to God as Heavenly Father. അപ്പോൾ നമ്മൾ പല അനുഭവങ്ങൾ കാണുമ്പോൾ ഈ മക്കൾക്ക് അപ്പന്മാരോടുള്ള ബന്ധം ശരിയാകാതെ വരുമ്പോഴാ അവരെ ദൈവത്തെ പിതാവെന്ന്, അത് അപ്പനെ കണ്ട് അപ്പനോടുള്ള ബന്ധം അങ്ങനെ ആയതുകൊണ്ട് ദൈവത്തെ പിതാവെന്ന് വിളിച്ച് ആ ബന്ധം രുചിക്കാനുള്ള പറ്റാതെ വരുമ്പോഴാ അവർ ദൈവത്തെ എല്ലാം വിട്ട് അകന്നു പോകുന്നത് കാണാൻ സാധിക്കും. Of course, nothing is impossible for God, and God reveals himself to some and they realize this is a father they never had. ഏത് സാഹചര്യങ്ങളായാലും നമുക്കൊരു കാര്യം മനസ്സിലാകും, ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവം അത്ഭുതം പ്രവർത്തിച്ച് കാര്യങ്ങളെ ദൈവം മക്കളെ കൊണ്ടുവരാനും ദൈവം നിലനിർത്താനും സാധിക്കും എന്ന കാര്യം സത്യം. But it does show us that as fathers we cannot step away from responsibility, saying that the mother will take care of everything. അതുകൊണ്ട് ഇത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പിതാക്കന്മാർ എനിക്ക് മക്കളുടെ ഉത്തരവാദിത്തം അത്ര ഇല്ല എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. അവർക്ക് ഉത്തരവാദിത്തമുണ്ട്, വളരെ ഉത്തരവാദിത്തമുണ്ട്. മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ, ശരിയായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ അവർക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മ. And as I was saying, from Proverbs 31, we see that the woman is busy working, making, selling. Proverbs 31 verse 24, she makes linen garments and sells them, supplies to the merchants.
So she's busy doing work. അവിടെ സദസ്യവാക്യങ്ങൾ 31 നമ്മൾ കാണുന്നുണ്ട്. അവിടെ ആ സ്ത്രീ, ആ സഹോദരി, ആ സ്ത്രീ ഭാര്യയെ അവിടെ പല കാര്യങ്ങളും ചെയ്ത് നെയ്ത് തുണിയുടെ വ്യാപാരം ചെയ്ത് കാശ് ഉണ്ടാക്കുന്ന സമ്പാദിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. Yeah, so it's, the word is not against a woman working. അപ്പൊ അതുകൊണ്ട് സഹോദരിമാർ അല്ലെങ്കിൽ സ്ത്രീ ജോലി ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഭാര്യമാർ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള ആ കാര്യം തെറ്റാ, പാടില്ല എന്ന് പറയുന്നത്. Now I think it's 8 o'clock crossed. We will continue next week. Yeah. Any more doubts? Next week also we can discuss that and then go into it. Thank you. Shall we pray and finish? Thank you, Thomas, in spite of your weakness. Ill health, you could do it. Thank you, Bina. Thank you, Bina Mama. Yeah. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കൂടെ തന്നല്ലോ. ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങള് അങ്ങയുടെ വചനത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ആ കാര്യത്തിലെല്ലാം കർത്താവ് ഞങ്ങളെ ഇത്രയും ഞങ്ങൾക്ക് വെളിച്ചം തന്നതിന് വേണ്ടി സ്തോത്രം. ഇനിയും ഞങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അത് തുടർന്ന് വരും ദിവസങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലും അത് മനസ്സിലാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് വേണ്ടി സ്തോത്രം. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി സ്തോത്രം ചെയ്തു. മഹത്വം അങ്ങെടുക്കണമേ കർത്താവെ. ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കാനുള്ള കർത്താവെ വഴികളെ ഞങ്ങൾക്ക് തുടർന്ന് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാ മുഖാന്തരം ഞങ്ങളെ പറഞ്ഞു കൊടുക്കുകയും വെളിച്ചം തരുകയും ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കുറവുകളെല്ലാം ക്ഷമിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാൻ ഞങ്ങൾ എല്ലാവരെയും ബലപ്പെടുത്തി സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടാൻ വേണ്ടി മഹത്വം അങ്ങ് എടുക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ സ്തോത്രത്തോടെ അപേക്ഷിക്കുന്ന നല്ല പിതാവേ, ആമേൻ.